السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على نبينا محمد وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي مالك الحارث بن العاصمي الأشعري رضي الله عنهما قال قال رسول الله صلى الله عليه وسلم الطهور شطر الإيمان والحمد لله تملأ الميزان وسبحان الله والحمد لله تملأان أو تملأ ما بين السماوات والأرض. റവാഹു മുസ്ലിം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഹോദരവും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അർബഈനയിലെ 23-ാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സഹീഹ് മുസ്ലിമിലെ 223-ാമത്തെ ഹദീസ് നമ്പറിൻ്റെ ആദ്യ ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അതിൽ ഒന്നും രണ്ടും കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിക്കുകയുണ്ടായി. അബീ മാലിക് ഹാരിസ് ബിനുൽ ആസിമിൽ അശ്അരി റളിയല്ലാഹു അൻഹുയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അത്തഹൂറു ഷത്റുൽ ഈമാൻ, ശുദ്ധി വിശ്വാസത്തിൻ്റെ അർദ്ധഭാഗമാണ്. വൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്നത് അഫ്ദലു ദുആ ആണത്. അത് തംലഉൽ മീസാൻ, അല്ലാഹു നാളെ പരലോകത്ത് മനുഷ്യൻ്റെ നന്മ തിന്മകൾ തൂക്കിക്കണക്കാക്കുന്ന മീസാൻ എന്ന തുലാസ്, അത് നിറയ്ക്കാൻ പര്യാപ്തമാണ് അൽഹംദുലില്ലാഹ് എന്നുള്ളത്. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് തംലആനി ഔ തംലഉ മാ ബൈന സമാവാതി വൽ അർദ്. സുബ്ഹാനല്ലാഹ് തസ്ബീഹ്, അതുപോലെ തന്നെ തഹ്ലീൽ, തഹ്മീദ്, തക്ബീർ. ഇതിലെ ഹംദിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. എന്നാൽ അത് രണ്ടും കൂടി ചേർന്നാൽ, സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും കൂടി ചേർന്നാൽ തംലആനി, അത് രണ്ടും നിറയ്ക്കും. ഔ തംലഉ മാ ബൈന സമാവാതി വൽ അർദ്, അല്ലെങ്കിൽ അത് രണ്ടും ആകാശഭൂമികളുടെ ഇടം എത്ര വ്യാപ്തമാണോ, വലിപ്പമുണ്ടോ, ബൃഹത്താണോ, അത്രയധികം വിപുലവും ബൃഹത്തും വ്യാപകവുമാണ്. ഏത്? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നീ രണ്ട് പദങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹംദിനെ സംബന്ധിച്ച് നമ്മൾ ഇന്നലെ സംസാരിക്കുകയുണ്ടായി. തസ്ബീഹിനെ സംബന്ധിച്ച് ഒരുപാട് ഹദീസുകളെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയില്ല. ഒന്ന്, മൻ ഖാല ഹീന യുസ്ബിഹു ഔ യുംസി, ഒരാൾ നേരം വെളുക്കുമ്പോഴോ വൈകുന്നേരമോ പറഞ്ഞാൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി മിഅത മറ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 പ്രാവശ്യം പറഞ്ഞാൽ ഗുഫിറത് ഖതായാഹു വഇൻ കാനത മിസ്ല സബദിൽ ബഹർ, ഒരു കടലിൽ എത്ര നുരയുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പാപങ്ങൾ ഉണ്ടാവും. അതൊന്നും ഒരാളും കണക്കാക്കാറില്ല, എണ്ണാറുമില്ല. നന്മകൾ എന്തെങ്കിലും ചെയ്താൽ അത് ഓർമ്മയിൽ ഉണ്ടാകുമെന്നല്ലാതെ വന്നുപോയ നാവിനാലുള്ള അബദ്ധങ്ങൾ, മനസ്സിലുള്ള തോന്നലുകൾ, കണ്ണ്, കാത്, ഇങ്ങനെ തുടങ്ങി മഹാപാതകങ്ങളാണ് എന്ന് തോന്നിക്കുന്നത് പോലും പലതും നമ്മൾ മറന്നുപോയി. നമ്മളെ മറപ്പിച്ച് കളഞ്ഞ എന്താ അറിയോ? ശൈത്വാനാണ്. കാരണം നമ്മൾ ഒരു പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ തന്നെ രക്ഷപ്പെട്ടു പോയി എന്നൊരു തോന്നലുണ്ടാവുക. അത് ഇല്ലാതെയാക്കാൻ നമ്മൾ ഇടക്കിടക്ക് നമ്മുടെ പിന്നിലേക്കുള്ള യാത്രയൊന്ന് പരിശോധിക്കണം. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും രൂപത്തിൽ മനസ്സാ വാചാ കർമ്മണ ചെയ്തു പോയ പാപങ്ങൾ നുരയോളം ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും ഒരു പ്രയാസവും വിചാരിക്കേണ്ടതാ. പരിഹാര മാർഗം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എത്രയുണ്ടായിരുന്നാലും അത് മുഴുവൻ മായ്ച്ചു കളയാൻ ഒരു ദിവസത്തിൽ രാവിലെയോ വൈകുന്നേരമോ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, വലിയ ചെലവൊന്നുമില്ല, അത് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഅൻ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട 4 കലിമകളുണ്ട്, പദങ്ങളുണ്ട്. അതിലൊന്ന് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഇങ്ങനെ ഇതൊക്കെ പാടെ ചേർത്ത് വെച്ച് എത്ര ദിക്റുകളാ, എത്ര ഔറാദുകളാണ് നമുക്കൊക്കെ അറിയാൻ കഴിയുന്നത്. അതൊക്കെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ അതിൻ്റെ ഫളലെന്താ? അത് ബാഖിയാത്തു സ്വാലിഹാത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ അവശേഷിക്കുന്നത്, നമ്മൾ ഇവിടുന്ന് പോയാലും നമ്മുടെ കർമ്മങ്ങൾ ഇവിടെ ഉണ്ടാകും. നമ്മുടെ ശബ്ദം നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് അനുകൂലമോ പ്രതികൂലമോ ആയി സാക്ഷി പറയാൻ വരുമ്പോൾ അല്ലാഹുവേ ഇവരുടെ നാവിൽ നിന്ന് ഉയർന്ന ശബ്ദത്തിന്റെ അംശമിതാ തസ്ബീഹും തഹ്ലീലും തഹ്മീദും തക്ബീറുമായി അവശേഷിക്കുന്നു എന്ന് പറയാൻ
കാരണമായി തീരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമുക്കൊക്കെ സുപരിചിതമാണ്. ആ ഹദീസ് ഇങ്ങനെയാണല്ലോ: കലിമത്താനി ഹബീബത്താനി ഇലർ റഹ്മാൻ വസഖീലത്താനി അലൽ ലിസാൻ വസഖീലത്താനി അലൽ മീസാൻ വഖഫീഫത്താനി അലൽ ലിസാൻ. അല്ലാഹു റഹ്മാനായ അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ ചില പദങ്ങൾ, അത് മീസാനിലെങ്ങാനും വെച്ചാൽ ഏറ്റവും ഭാരം തൂങ്ങുന്നത്, എന്നാൽ നാവ് കൊണ്ടോ എളുപ്പം പറയാൻ കഴിയുന്നത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി വസുബ്ഹാനല്ലാഹിൽ അലീം. ഈ ദിക്റുകളാണ്. അങ്ങനെ ദിക്റുകളുടെ ഏറ്റവും സവിശേഷമായ ഭാഗമാണ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നുള്ളത്. അത് രണ്ടും പറയുന്നത് ഒരു ഭൂമി നിറക്കാൻ, നമുക്ക് നമ്മുടെ 4 സെന്റ് സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാൻ എത്ര മെറ്റലും ബോളറും എത്ര പ്രയാസപ്പെട്ട് വേണം ചെയ്യാൻ. എന്നാൽ ഒരു ഭൂമിയും ആകാശവും വിശാലമാകുമാറ് നിറയ്ക്കാൻ പറ്റുന്ന തസ്ബീഹും തഹ്ലീലും തഹ്മീദും ഒക്കെ നമുക്ക് മുൻപിൽ ഉണ്ട്. അവ ഉപയോഗപ്പെടുത്താൻ, അവ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ, നാവ് നനവുള്ളിടത്തോളം കാലം ദിക്റിന്റെയും ഫിക്റിന്റെയും ആളുകളായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദിക്റുകളും ഔറാദുകളും പറഞ്ഞു അവസാനം ജീവിതത്തിന്റെ ശ്വാസം വലിക്കുന്ന സമയത്ത് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണമടഞ്ഞവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്യവും പ്രയാസവുമുള്ള ആളുകൾക്ക്, രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ശിഫ നൽകി അനുഗ്രഹിക്കുകയും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അവർക്കും നമുക്കും അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു മരണം വരെയും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉം ഉള്ളവരായി ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളും ഉള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബാദികൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ മേഖലകളിൽ അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.